എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോണം മച്ചാനെ. എന്തു പറ്റി ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നും പറയണ്ടേ, പുതിയ അവളും തേച്ച്. ഇനി മനസ്സൊന്ന് കൂളാവാൻ എങ്ങോട്ടെങ്കിലും ഒരു തീർത്ഥാടന യാത്ര, അതാണ് മനസ്സിലിപ്പോ. തീർത്ഥാടന യാത്രയാണെങ്കിൽ ഞാനും കൂടെ കൂടെ അളിയാ. ആട്ടെ, എങ്ങോട്ടാ യാത്ര? നേരെ ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ച് കാശി രാമേശ്വരം വഴി ഗോവ. ഗോവയോ? എന്താ നീ ഗോവ കേട്ടിട്ടില്ലേ? മനസ്സ് സ്വസ്ഥമായി കഴിഞ്ഞാലേ ഗോവ മുതൽ ഒന്നേന്ന് തുടങ്ങാന്ന് വരും. നിനക്ക് ഈ കണ്ട തേപ്പൊന്നും കിട്ടിയ പോരളിയാ. അവൾമാരൊക്കെ ഉണ്ടല്ലേ നിന്റെ സുന കട്ട് ചെയ്ത് കളയണം. എന്നാലേ നിന്റെ ഈ ഒരു അസുഖത്തിന് ശമനം കിട്ടും. എന്തോന്നളിയാ, സുനി എന്ന് പറയുന്നത് വലിയ വെണ്ടയ്ക്കോ കത്തിരിക്കുകയാണോ അവന്മാർക്ക് തോന്നവും പറ്റി കളിക്കാനായിട്ട്? ഇപ്പൊ ഉള്ളവൾമാർക്കൊക്കെ സുന വെറും വെണ്ടയ്ക്ക എന്നെയാണ് അളിയ. അവൾമാരൊക്കെ എപ്പോഴാ എന്താ ചെയ്യാന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. അവൾമാരുടെ മനസ്സിലെ കാര്യങ്ങൾ അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് പോലും പറയില്ല. നമ്മുടെ കാര്യമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് പറയും, റോട്ടിരിക്കുന്ന വേട്ടാവളിയന്മാരുടെ അടുത്ത് പറയും, എന്തിനേറെ പറയുന്നു പറന്നിറക്കുന്ന കാക്കയ്ക്ക് വരെ നമ്മുടെ കാര്യങ്ങൾ അറിയാം. പോരാഞ്ഞ് വൈകിട്ട് 2 അടിച്ചിട്ട് വന്നിട്ട് റോട്ടിരിക്കുന്ന എല്ലായിടത്തും നമ്മുടെ കാര്യങ്ങളാണ് വിളമ്പുകയും ചെയ്യും. ഇത് എല്ലാ ആൾക്കാരും ഇല്ലാട്ടോ, എന്നാലും ഭൂരിഭാഗം ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനസ്സിൽ ഒന്നും ഒതുക്കി അറിഞ്ഞൂടാത്ത പാവങ്ങളാണ് നമ്മളൊക്കെ. ഈ പെണ്ണുങ്ങൾ കാരണേ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരും കാമുകന്മാരും ഉണ്ട്. പക്ഷെ പലരും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. ഞങ്ങളെ വീടിന്റെ അപ്പുറത്ത് സതീശേട്ടന്റെ കാര്യം തന്നെ അറിഞ്ഞില്ലേ? ഇല്ല, സതീശൻ എന്തുറ്റി? സതീശേട്ടൻ വെച്ച സാമ്പാറിന് ഉപ്പ് കുറഞ്ഞെന്നും പറഞ്ഞ് കറിച്ചേട്ടിക്ക് അടിച്ചളഞ്ഞു. ഇപ്പൊ 12 സ്റ്റിച്ച് വിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അതിന്റെ കഴിഞ്ഞ ആഴ്ച പാവാട അലക്കിയപ്പോ നിറം പോയെന്നും പറഞ്ഞ് അങ്ങനെ ഭിത്തി പിടിച്ച് ഉരച്ചളഞ്ഞു അങ്ങനെ ചുണ്ട്. പിന്നെ അങ്ങനെ കാണുമ്പോ ഇല്ല കൊക്ക് മീനെയും കൊണ്ടിരിക്കത്തില്ല, അതിനൊക്കെയായിരുന്നു അങ്ങനെ ചുണ്ടും കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ദാമ്പത്യ ജീവിതം ദുരിതം തന്നെയല്ലേടേ? അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ പരാഗണം നടത്തി ജീവിച്ചു പോകുന്നത്. ജീവിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, റേഷൻ കടയിൽ പോണോടേ. ഞാൻ പോന്നു. ഇപ്പോഴും 1 രൂപയ്ക്ക് അരി ഉണ്ടാളിയാ? ഞങ്ങളുടെ കാട്ടിന് അരി ഫ്രീ ആളിയാ. അരി ഫ്രീ എന്ന് പറയുന്നതിലും ഭേദം കല്ല് ഫ്രീ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആ 5 കിലോ അരി വാങ്ങിച്ചാൽ 3 കിലോ അരിയും കാണും, 2 കിലോ കല്ലും കാണും. കല്ല് ഞങ്ങൾ അപ്പുറത്ത് ക്രഷറിൽ പൊടിക്കാനും കൊടുക്കും, അരി ഞങ്ങൾ കഞ്ഞിയും വെക്കും. എന്തായാലും നിനക്ക് കിട്ടുന്ന കല്ല് പാഴി കളയണ്ട, പോയിട്ട് വാ. ഞാനും പോകുന്നേ, അമ്പലത്തിൽ പോണം. ആ ദീപാരാധനയ്ക്ക് മുന്നേ അവിടെ എത്തണം. കിളി പിടിക്കാനല്ലേടാ പോകുന്നത്? പൊറ അനാവശ്യം പറയാതെ. എടാ, ഈ വൈകുന്നേരത്തൊക്കെ ഉണ്ടല്ലോ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി ദീപാരാധന കണ്ട് തൊഴുത് ആ വിളക്ക് കഴിഞ്ഞുള്ള പായസമൊക്കെ കഴിച്ച് വീട്ടിൽ വരുമ്പോണ്ടല്ലോ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കളിക്കുക. അതിന് എത്ര കിളികളുടെ പുറകെ പോയാലും അത് കിട്ടത്തില്ല. എനിക്ക് പിന്നെ റേഷൻ കടയിൽ പോയിട്ട് ഞാനും കൂടെ ഒരാളിയാ. നീ കുളിച്ചിട്ട് റോട്ടില്ലേ? അപ്പൊ എന്നാ ശരി കളിയാ, ഞാൻ റോട്ടിൽ കാണും, നീ അങ്ങോട്ട് വന്നാ മതി. ശരി എന്നാ. ജാനകിയുടെ മോള് പോണില്ല. ശരി, നീ അവിടെ വരണേ.